നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടത് 15 സ്ട്രക്ചേഴ്സ് വെച്ച് എങ്ങനെ ഇംഗ്ലീഷ് ഈസി ആയിട്ട് സംസാരിക്കാവുന്നതാണ് അല്ലേ? അതിൽ ആദ്യത്തെ 2 സ്ട്രക്ചേഴ്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണെന്നൊന്ന് നോക്കാം. കോമൺ ഫാക്ട്സ്, അതായത് പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ പറയണം, നമ്മുടെ ഹാബിറ്റ്സ് എങ്ങനെ പറയണം, അതുപോലെ തന്നെ ജനറൽ ട്രൂത്ത്സ്, ചേഞ്ച് ആവാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള സത്യങ്ങൾ. ഇതിന് മൂന്നിനും നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരേ സ്ട്രക്ചറാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സബ്ജക്ട്സിനനുസരിച്ചിട്ടാണ് ഓരോ സെൻറ്റൻസും കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്നതെന്ന്. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഒരു സ്ട്രക്ചറാണ് യൂസ് ചെയ്യുന്നത്, പ്ലൂറൽ ആണെങ്കിൽ വേറൊരു സ്ട്രക്ചറാണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ എങ്ങനെയൊരു സെൻറ്റൻസ് ഈ യൂസുകൾ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. പ്ലൂറൽ സബ്ജക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദേ, വി, യു, ഐ, പിന്നെ അല്ലാത്ത പ്ലൂറൽ ഫോംസ് ഉണ്ടല്ലോ, ലൈക്ക് ക്ലാസസ്, ഡോഗ്സ്, അനിമൽസ്, പീപ്പിൾ. ഇതൊക്കെ എന്താണ് പ്ലൂറൽ സബ്ജക്ട്സിന് എക്സാമ്പിൾ ആണ്. അപ്പം ഇവരൊക്കെ ഒരു സെൻറ്റൻസിൻ്റെ ഫസ്റ്റിൽ വരുമ്പം എങ്ങനെ ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യണം നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മൾ വിചാരിക്കുന്നുണ്ടാവും, ഈ ഐ എന്നൊരു വേർഡ്, ഐ എന്ന് വെച്ചാൽ എന്താണ്, ഞാൻ, അത് സിംഗുലർ ആണല്ലോ, പിന്നെ അതെന്താണ് ഈ പ്ലൂറലിൻ്റെ കൂടെ വന്ന് കിടക്കുന്നത് അല്ലേ? അതായത് പ്രസൻറ്റിലുള്ള കാര്യങ്ങൾ, ഇപ്പോഴുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഐ എപ്പോഴും പ്ലൂറലിൻ്റെ നിയമങ്ങളാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പ്ലൂറൽ ഫോംസിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കുന്നത്. നമുക്കിനി സെൻറ്റൻസ് കൺസ്ട്രക്ഷനിലേക്ക് വരാം. സോ ദിസ് ഇസ് അവർ ഫസ്റ്റ് പാർട്ട്. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. കോമൺ ഫാക്ട്സ്, പൊതുവായിട്ടുള്ളൊരു കാര്യങ്ങൾ. അപ്പോൾ ഞാനൊരു പൊതുവായിട്ടുള്ളൊരു കാര്യം പറയാം. അപ്പം ഞാൻ പഠിക്കുന്നുണ്ട് എന്നത് എന്താണ്, അത് എന്നെ പറ്റിയിട്ടുള്ളൊരു കോമൺ ഫാക്റ്റ് ആണ്. നമുക്കത് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റും? സോ യു ക്യാൻ സേ ഇറ്റ് ലൈക്ക് ദിസ്: ഐ ഡു സ്റ്റഡി. ഈ സെയിം സെൻറ്റൻസ് തന്നെ നമ്മൾ സബ്ജക്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. വി, ഞങ്ങൾ പഠിക്കുന്നുണ്ട്. സോ വി ഡു സ്റ്റഡി. അവർ ജോലി ചെയ്യുന്നുണ്ട്. ദേ ഡു വർക്ക്. നെക്സ്റ്റ് എക്സാമ്പിൾ, ഹാബിറ്റ്സ്. ഞാൻ എല്ലാ ദിവസവും രാവിലെ നേരത്തെ എഴുന്നേൽക്കാറുണ്ട്. ഐ ഡു വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. സോ ഈ സെൻറ്റൻസിൻ്റെ എല്ലാം ഫസ്റ്റ് നമ്മൾ എന്താണ് കൊടുത്തത്? പ്ലൂറൽ സബ്ജക്ട്സ് നമ്മൾ ആഡ് ചെയ്തു അല്ലേ? സോ വി ഹാവ് ഗിവൺ ദ സബ്ജക്റ്റ് ഹിയർ. അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്തത്? ഡു എന്നൊരു ഹെൽപ്പിംഗ് വെർബ് ആഡ് ചെയ്തു. ദെൻ നമ്മൾ എന്ത് കൊടുത്തു? നമ്മൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്തത്, മെയിൻ വെർബ്, അത് നമ്മൾ വെർബിൻ്റെ ഫസ്റ്റ് ഫോമായിട്ട് ആഡ് ചെയ്യുന്നു. സോ പൊതുവായിട്ടുള്ളൊരു കാര്യം സബ്ജക്റ്റ് പ്ലൂറൽ ആയിട്ടാണ് വരുന്നതെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ ഈ കൊടുത്തേക്കുന്നത്. ആദ്യം സബ്ജക്റ്റ് കൊടുക്കുക, ദെൻ ഡു എന്നൊരു ഹെൽപ്പിംഗ് വെർബ് കൊടുക്കാം, ദെൻ എന്താണ് മെയിൻ വെർബ്, നമ്മൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് അതിൻ്റെ ഫസ്റ്റ് ഫോം ആഡ് ചെയ്താൽ അതെന്തായിട്ട് മാറും? നമുക്ക് ഈ 3 യൂസിലുള്ള സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ച് എക്സാമ്പിൾസും കൂടെ നോക്കാം. ഇപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. സോ യു ക്യാൻ സേ വി, സബ്ജക്റ്റ് നമ്മൾ ആഡ് ചെയ്തു, വി ആഡ് ചെയ്തു, അതിന് ശേഷമുള്ള ഹെൽപ്പിംഗ് വെർബ് ഡു, ജോലി ചെയ്യുക, വർക്ക് ടുഗെദർ. സോ വി ഡു വർക്ക് ടുഗെദർ. ഇപ്പം ഞാനൊരു എഞ്ചിനീയർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. സോ യു ക്യാൻ സേ ഐ ഡു വർക്ക് ആസ് ആൻ എഞ്ചിനീയർ. നമ്മൾ പൊതുവായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇംഗ്ലീഷിൽ സബ്ജക്റ്റ് പ്ലൂറൽ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ വെച്ച് പറയാം. ആദ്യം നമ്മൾ സബ്ജക്റ്റ് കൊടുക്കുക, അതിനുശേഷം എന്ത് കൊടുക്കണം? ഡു എന്ന ഹെൽപ്പിംഗ് വെർബ് കൊടുക്കണം. ദെൻ നമ്മൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്തത് ആ മെയിൻ വെർബ് നമ്മൾ ആഡ് ചെയ്യണം. നമ്മളിതാ വേറൊരു സ്ട്രക്ചർ കൂടെ എഴുതിയിട്ടുണ്ട്, സബ്ജക്റ്റ് പ്ലസ് V1 എന്നുള്ളത്. അതായത് ഈ സെൻറ്റൻസിനെ ഐ ഡു സ്റ്റഡി എന്ന സെൻറ്റൻസിനെ നമുക്ക് ഇതാ ഐ സ്റ്റഡി എന്ന് പറഞ്ഞാലും കറക്റ്റ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെർബ് എന്ന് പറയും, നമ്മൾ പ്രവൃത്തി ചെയ്യുക എന്നല്ലേ പറയുന്നത്. അപ്പോൾ സ്റ്റഡി എന്നൊരു വേർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, വെർബ് എടുക്കുകയാണെങ്കിൽ ഇതിൽ ഓൾറെഡി ഡു എന്നൊരു ഹെൽപ്പിംഗ് വെർബ് അതിൽ ഓൾറെഡി കിടപ്പുണ്ട്. അപ്പോൾ നമ്മളത് സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അതായത് ഡു പ്ലസ് സ്റ്റഡി ആണ് എന്ത്, സ്റ്റഡി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം വെർബിൻ്റെ കൂടെ, വെർബിൻ്റെ ഫസ്റ്റ് ഫോമിൻ്റെ കൂടെ ഡു ചേരുമ്പോൾ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുന്നത്? ആ V1 തന്നെയാണ് കിട്ടുന്നത്. സോ നമുക്ക് 2 രീതിയിലും സെൻറ്റൻസുകൾ പറയാൻ പറ്റും. ഡു ചേർത്തും പറയാം, അല്ലാതെ ഡയറക്റ്റ്ലി വെർബ് മാത്രം യൂസ് ചെയ്തിട്ടും പറയാൻ പറ്റും. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം വെഹിക്കിൾസ് പൊല്യൂഷൻ ഉണ്ടാക്കുന്നു, അതൊരു കോമൺ ഫാക്റ്റ് ആണ് അല്ലേ? സോ വെഹിക്കിൾസ് എന്നുള്ളതാണ് അവിടുത്തെ സബ്ജക്റ്റ്. സോ നമ്മൾ വെഹിക്കിൾസ് എന്നുള്ള വേർഡ് ആഡ് ചെയ്യുന്നു. പൊല്യൂഷൻ ഉണ്ടാക്കുക, ഉണ്ടാക്കുക എന്നുള്ളൊരു ഇംഗ്ലീഷ് വേർഡ് എന്താണ്? ക്രിയേറ്റ്. സോ സബ്ജക്റ്റ് നമ്മൾ കൊടുക്കുന്നു, ക്രിയേറ്റ്.
വെർബിന്റെ ഫസ്റ്റ് ഫോം ആഡ് ചെയ്യുന്നു. എന്ത്? വെഹിക്കിൾസ് ക്രിയേറ്റ് പൊല്യൂഷൻ. ഈ സെയിം സെന്റൻസ് തന്നെ വെഹിക്കിൾസ് ഡു ക്രിയേറ്റ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? കറക്റ്റ് തന്നെയാണ്. അപ്പം ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ട് എങ്ങനെ പറയാൻ പറ്റും? സോ സബ്ജക്റ്റ്, ഞാൻ എന്നുള്ളതാണ് അവിടുത്തെ സബ്ജക്റ്റ്. ഐ ഡു, ഹെൽപ്പിംഗ് വെർബ് കൊടുക്കുന്നു ഡു, പ്ലേ ഫുട്ബോൾ. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെന്റൻസിനെ എങ്ങനെ പറയാം? സിമ്പിൾ ആയിട്ട് ഡു പ്ലസ് പ്ലേ എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ് വരുന്നത്. സോ സിംപ്ലി യു ക്യാൻ സേ ഐ പ്ലേ ഫുട്ബോൾ. ഇങ്ങനെയാണ് നമ്മളിതാ ഈ 3 യൂസിനനുസരിച്ചും സെന്റൻസുകൾ ഇംഗ്ലീഷിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ പഠിക്കാൻ പറ്റും? നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു സ്ട്രക്ചറിൽ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മുടെ അത് ഡെയിലി ലൈഫായിട്ട് കണക്ട് ചെയ്തിട്ട് സംസാരത്തിലും റൈറ്റിങ്ങിലും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു സ്ട്രക്ചർ ഡെയിലി ലൈഫിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്.